മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു മകൻ ഒരു മകൾ നമുക്ക് ജീവിച്ചിരിപ്പുള്ള ഒരു സമയത്ത് തർബിയത്ത് ചെയ്ത് വളർത്തിയ ഒരു മോനോ ഒരു മോളോ നമുക്കുണ്ടാവുകയാണെങ്കിൽ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആണിനും പെണ്ണിനും പറയുന്ന വാക്കാണ് അറബിയിൽ വലത്. പ്രത്യക്ഷത്തിൽ ആൺകുട്ടി എന്നാണ് അർത്ഥമെങ്കിലും പെൺകുട്ടികൾക്കും പറയും വലതെന്ന്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആൺകുട്ടി മാത്രമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇബിൻ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഇബിനത്ത്. എന്നാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾക്കൊള്ളിക്കുന്ന വാക്കാണ് ഔലാദ്. വലതെന്ന് പറയുന്നത് ആണോ പെണ്ണോ ആയിട്ടൊരു കുട്ടി ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മകൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും, ആ മകൻ ചെയ്യുന്ന നന്മകളത്രയും, ആ മകന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ ഉമ്മയുടെ ഖബറിലേക്ക് ചൊല്ലുന്ന നന്മയാണ്. ലാഭമല്ലേ അത്? ലാഭമല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ പ്രാർത്ഥന കാരണം ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന എത്രയോ ഉപ്പമാരെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നുണ്ട്. എത്രയോ ഉമ്മമാർ മക്കളുടെ ദുആ കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് പ്രകാശത്തിന്റെ തളികയിൽ അല്ലാഹു മക്കള് ചെയ്യുന്ന സ്വതക്കയെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള പരിപാടികൾ ഉണ്ടാക്കാൻ മരിച്ചുപോയ വല്ലിപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ വല്ലിമ്മക്ക് വേണ്ടി എന്ന് പറയുന്ന ആ സ്വതക്കകൾ ചെയ്തവർക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുന്നതോടൊപ്പം മരിച്ചുപോയുടെ ഖബറിലേക്ക് പ്രകാശത്തിന്റെ തളികയിൽ ആ പ്രതിഫലം തൽസമയത്ത് അല്ലാഹു കൊടുക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഇത് ലാഭമാണ്. മക്കളാൽ കിട്ടേണ്ട സൗഭാഗ്യം ഇതാണ്. അവർ ദുഷിച്ചു പോയാൽ അപകടമാണ്. ഏത് വിഷയം അങ്ങനെയല്ലേ? ഒരു ബിസിനസ് അത് പച്ചപിടിച്ചാൽ ലാഭമാണ്, അത് തകർന്നാലോ മഹാനഷ്ടമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമയെ തരട്ടെ.